ഡോക്ടർ ഷീല ജോർജ്. അപ്പോൾ ഇത് താങ്കൾ ഇൻഷുറൻസ് രംഗത്താണ് മെയിനായിട്ട് പ്രവർത്തിക്കുന്നു തോന്നുന്നു. അപ്പോൾ ഈ എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ ഈ ഒരുപാട് ഇങ്ങനെയുള്ള മൾട്ടിനാഷണൽ കമ്പനീസോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള വലിയ ആശുപത്രികൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇൻഷുറൻസ് നിർബന്ധമായിരിക്കും. അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് ഇതൊന്നും താങ്ങാൻ പോലും പറ്റില്ല. അങ്ങനെയാണ് ഇൻഷുറൻസുകാർ തീരുമാനിക്കുന്ന അവസ്ഥ വരുമോ, രോഗിയുടെ അവസ്ഥ? നമ്മൾ ഈ കൊറോണയുടെ ആ സമയത്താണ് ആൾക്കാർ ഇൻഷുറൻസിന്റെ അവയർനെസ് കുറെ കൂടെ പ്രൊഡക്റ്റുകളൊക്കെ സെൽ ഔട്ട് ചെയ്തതും അതിന്റെ റിക്വയർമെന്റ് എന്താണ്, ക്യാഷ്ലെസ് ഫെസിലിറ്റിയുടെ ആവശ്യം എന്താണെന്നുള്ളത് കേരളത്തിലായിരുന്നു ഏറ്റവും കുറവ് ഹെൽത്ത് പ്രൊഡക്റ്റ് സെൽ ഔട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 60-50 റേഷ്യോയിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം ഇപ്പം ഹോസ്പിറ്റൽ ചാർജ് ചെയ്യുന്നുണ്ട്. ചാർജ് ചെയ്യുന്നതിന്റെ റീസൺ ഓൾറെഡി സാർ അതിന്റെ ഒരു പാർഷ്യൽ എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞു. അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജി ടെക്നിക്കല്ല. അപ്പം നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുടെ TPS ഒരു ഹോസ്പിറ്റൽ എംപാനൽമെന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയാസ് വി ആർ ഗ്രേഡിംഗ് ദ ഹോസ്പിറ്റൽസ്. ആ ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്രഡിറ്റേഷൻസ്, മാനദണ്ഡം എന്താണ്? ഹോസ്പിറ്റൽസിന്റെ ഗ്രേഡിംഗ് എന്ന് വെച്ചാൽ അതിന്റെ ഫെസിലിറ്റി, ഫുൾ ഫ്ലെഡ്ജ് ഫെസിലിറ്റി. ഇപ്പോൾ ഒരു ചെറിയ 25 ബെഡഡ് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് ഒരു പോസ്റ്റ് സർജറി ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു വെന്റിലേറ്റർ കാണില്ല, ഒരു ബ്ലഡ് ബാങ്ക് കാണില്ല, ഒരു ആംബുലൻസ് സർവീസ് കാണില്ല. അതിനാണ് നമ്മൾ ഗ്രേഡിങ് ചെയ്യും ഹോസ്പിറ്റലിന്. ABC ഗ്രേഡ് ചെയ്യുമ്പം ആ A ഗ്രേഡ് ഹോസ്പിറ്റലിന് ഫുൾ ഫ്ലെഡ്ജ് ഫെസിലിറ്റി അവിടെ ഉണ്ടായിരിക്കും. അക്രഡിറ്റേഷൻ, അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജി, ടെക്നിക്, ഫെസിലിറ്റി. അപ്പം ഇത് വെച്ചാണ് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത്. അപ്പം എത്ര ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മൾ റീസണബിൾ ആൻഡ് കസ്റ്റമറി കോസ്റ്റ് ആണ് പ്രപ്പോസൽ ചെയ്യുന്നതും അവരെ വിളിച്ച് ഡിസ്കസ് ചെയ്യുന്നതും. ഇതിനിടയ്ക്ക് ഇപ്പൊ ഈ ഇൻഷുറൻസ് ഇദ്ദേഹം തന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ ഇൻഷുറൻസ് കമ്പനി മിനി പറഞ്ഞൊരു കാര്യം, ഇൻഷുറൻസ് കമ്പനി പൈസ കൊടുക്കാന്ന് പറയുകയും പിന്നീട് അവർ സൂത്രത്തിൽ ഒഴിഞ്ഞു മാറുകയും ചെയ്ത് അവരെ വീട്ടിലാക്കി എന്നാണല്ലോ അവർ പറഞ്ഞത്. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ ഇൻഷുറൻസ് രംഗത്ത്? സംഭവിക്കുന്നത് അതിൽ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിൽ ഞാൻ ഈ പോളിസി എടുത്ത് ഇപ്പോൾ കുറേ പ്രൊഡക്റ്റ് പബ്ലിക്കിന് സെൽ ഔട്ട് ചെയ്യുന്നുണ്ട്. ഇവരേത് പ്രൊഡക്റ്റ് ആണോ എടുക്കുന്നത്, ഇപ്പം നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലും ആ പോളിസിയുടെ ടേംസ് മിക്ക ആൾക്കാർക്കും വായിക്കാനും പറ്റില്ല, അവർ അണ്ടർസ്റ്റാൻഡിങ് അല്ല അത്. അപ്പം ഈ പോളിസി സെൽ ഔട്ട് ചെയ്യുമ്പോൾ ഇവരെടുക്കുമ്പോൾ ഇവർ കൃത്യമായിട്ട് ആ പ്രൊപ്പോസൽ ഫോമിനകത്ത് കറക്റ്റായിട്ട് അവർ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. ഞാനൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എനിക്ക് ആ ഫെസിലിറ്റി കിട്ടുമോ, ആ നെറ്റ്വർക്ക് എംപാനൽഡ് ഹോസ്പിറ്റലാണോ? ഇപ്പം പുള്ളിക്കാരി പറഞ്ഞ ഒരു റീസൺ എന്ന് വെച്ചാൽ പ്രൊപ്പോസൽ ഫോമിനകത്ത് കറക്റ്റായിട്ട് BP ഉണ്ടോ, ഷുഗർ ഉണ്ടോ, ക്രിട്ടിക്കൽ ഇൽനെസ് ഉണ്ടോ എന്നൊക്കെ അതിനകത്തുള്ള ഇവര് ചിലര് ഉണ്ടെന്ന് എഴുതും, ചിലർ ഇല്ലെന്ന് എഴുതും. അപ്പൊ ഒരു പോളിസി എടുക്കുന്ന സമയത്ത് ഇതൊരു മ്യൂച്വൽ ട്രസ്റ്റ് ആണല്ലോ, ഒരു മ്യൂച്വൽ എഗ്രിമെന്റ് ആണ് ഒരു പോളിസി ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്നത്. അപ്പം ആ എടുക്കുന്ന ആളും സെൽ ഔട്ട് ചെയ്യുന്ന ആളും അവരെ പറഞ്ഞു മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്തൊക്കെയാണ്, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, കൃത്യമായിട്ട് അവരെ കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കണം. താങ്കൾ ആ പോളിസി വായിച്ചു നോക്കി ഒപ്പിട്ട് കാണില്ല എന്ന് എനിക്കറിയാം. കാര്യം അത് മനുഷ്യർ പൊതുവെ ചെയ്യുന്ന കാര്യമല്ല. ഉള്ള അക്ഷരമോ. ഇവര് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞു അമ്മയ്ക്ക് എബവ് 70 ആയ കാരണം ഡെഫിനറ്റ്ലി അവര് പറയണ ലാബിൽ ചെന്ന് ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്താലേ ഞങ്ങൾക്ക് പോളിസി ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വേറെ സാധാരണ നമ്മൾ DDRCയിലൊക്കെയാണല്ലോ പോണേ. അപ്പൊ ഇവര് പറഞ്ഞ ഒരു ലാബില് ചെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഷീ ഈസ് വെരി സൗണ്ട് ആൻഡ് ഹെൽത്തി എന്നുള്ള റിപ്പോർട്ടിൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇഷ്യൂ ചെയ്തത് അവര്. എന്നിട്ട് ആണ് അവര് പിന്നെ ഉണ്ടായ സംഭവം. ആക്ച്വലി ഇതിലൊരു സംഭവം എന്താന്ന് പറഞ്ഞാൽ ഞാൻ രാജഗിരിയിലുള്ള സമയത്ത് ആരോ എനിക്ക് നമ്പർ തന്നു ഡോക്ടറിന്റെ. അത് ഷീല ഡോക്ടറിന്റെ നമ്പർ ആയിരുന്നു. അതായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ച് ഒട്ടും അവെയർ അല്ല. ഇദ്ദേഹത്തിന് ഡോക്ടറിന്റെ നമ്പറാണ് എനിക്ക് തന്നെ. അപ്പോ ഡോക്ടറിന്റെ നമ്പർ ആക്ച്വലി ഷീ വാസ് ദ പേഴ്സൺ ഹു ഗൈഡഡ് മീ എന്താ ചെയ്യേണ്ടത്, വാട്ട് ടു ഡു നെക്സ്റ്റ്. ഐ വാസ് സോ പാനിക്. നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. പോളിസി എടുക്കുന്ന സമയത്ത് മ്യൂച്വൽ എഗ്രിമെന്റിനകത്ത് രണ്ടുപേരും ഒരു ട്രസ്റ്റ് ആൻഡ് ബിലീവിൽ സൈൻ ചെയ്യാണ്. അപ്പൊ എവിടെയാണ് ഈ പ്രശ്നം? അത് ബയർ അത് എടുക്കുന്ന ആള് വായിച്ചു നോക്കണം. സർ, ഇത് പ്രശ്നം എന്താന്ന് വെച്ചാൽ എന്താണ് ഈ ക്ലെയിം റിജക്ഷൻ ആകുന്നത്, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം പേഷ്യന്റ് ഫേസ് ചെയ്യുന്നത്? അൾട്ടിമേറ്റ്ലി ഡോക്ടേഴ്സ് അവിടെ ഫേസ് ചെയ്യുന്ന കുറെ ഇഷ്യൂസ് ഉണ്ട്. ഇവര് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഹോസ്പിറ്റലുകാർ ഒരു സൈൻ ചെയ്യാനായിട്ട് ഒരു ഡോക്യുമെന്റ് കൊടുക്കും. ആ കൗൺസിലർ അവരോട് ചോദിക്കും BP ഉണ്ടോ, ഷുഗർ ഉണ്ടോ. ഇവരാദ്യം ഇല്ല എന്ന് പറയും. അഡ്മിഷൻ ആകുന്ന സമയത്ത് ഈ പേഷ്യന്റിന്റെ മൾട്ടിപ്പിൾ ഡിസീസ് ഉള്ള ഒരു പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു സർജറിക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഒരു അനസ്തെറ്റിസ്റ്റ് വന്ന് നോക്കിയ ശേഷം if I'm fit for the surgery, then only they will take me for the surgery.
അതാണ്. അപ്പോൾ ഇവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പേഷ്യൻ്റ് അറ്റൻഡർ അല്ലെ പേഷ്യൻ്റ് പറയും BP 10 years, ഷുഗർ 5 years, CAD 10 years, ക്രിട്ടിക്കൽ എയിൽമെന്റ്, മൾട്ടിപ്പിൾ ഡിസീസസ്, ഇതെല്ലാം അവിടെയാണ് ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്നത്. അപ്പം ഈ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വരുമ്പോഴാണ് ഇവരതെല്ലാം ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയും, ഇപ്പൊ ബാങ്കിൽ നിന്ന് ഈ ഹോം ലോൺ എടുക്കാൻ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അവർ ഇത്രയും വലിയൊരു കെട്ട് എടുത്ത് ഈ ലോൺ എടുക്കാനുള്ള ആളിന് കൊടുക്കും. അയാളുടെ ആയുസ് ഒടുങ്ങിയാലും അത് അയാൾക്ക് വായിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇത് എനിക്കൊന്ന് ചുരുക്കിയിട്ട് 4 പേജിലാക്കിയായിരുന്നെങ്കിൽ കുറെ ആൾക്കാർ സൗകര്യം. ആരോടാ പറയാ? രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് കാരണം എന്ന് വെച്ചാൽ ഇവർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പോളിസിക്കകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ആക്റ്റീവ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ്, ഇൻവെസ്റ്റിഗേഷൻ പർപ്പസ്, ഒബ്സർവേഷൻ, ഇതൊന്നും ക്യാഷ്ലെസ്സിൽ കൊടുക്കില്ല. ഈ ആക്റ്റീവ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റിന് മാത്രമേ ഏത് പോളിസി ആണെങ്കിലും ഹോസ്പിറ്റലൈസേഷന് പേ ചെയ്യുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.